അന്ന് കൃത്യമായി പറഞ്ഞാൽ ഏപ്രിൽ 20, 2026 ഹരിയാനയിലെ ഗുരുഗ്രാമിലെ സെക്ടർ 53-ലാണ് ഈ ഒരു ഇൻസിഡന്റ് നടക്കുന്നത്. അവിടെ ഒരു അപ്പാർട്ട്മെന്റിലെ ഫ്ലാറ്റ് നമ്പർ 402-ന്റെ മുന്നിൽ നിന്നിങ്ങേറ്റ് ഒരാളിങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആൾ കുറേ നേരമായി വന്നിട്ട് ബെല്ലടിക്കുന്നുണ്ട്. അതിനുശേഷം ഇങ്ങനെ നോക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു സൗണ്ട് കേട്ട് നൈബേഴ്സ് വരെ പുറത്തിറങ്ങി നോക്കുകയാണ്. അത്രത്തോളം സൗണ്ടിലായിരുന്നു ആൾ അകത്തുണ്ടായിരുന്ന ആളുടെ പേര് വിളിക്കുന്നുണ്ടായിരുന്നതും അതേപോലെ തന്നെ നോക്ക് ചെയ്യുന്നുണ്ടായിരുന്നതും. ആ കൊട്ടിക്കൊണ്ടിരുന്നിരുന്ന ആളുടെ പേര് വിക്രം ബോസ് എന്നായിരുന്നു കേട്ടോ. ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ന്യൂഡൽഹി ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം. അപ്പോൾ ആരുടെ ഫ്ലാറ്റിന്റെ മുന്നിൽ വന്നിട്ടായിരുന്നു ആളിങ്ങനെ കൊട്ടുന്നുണ്ടായിരുന്നത്? നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് 29 വയസ്സുള്ള ഒരു പയ്യന് സംഭവിച്ച കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. ആൾക്ക് എന്താണ് സംഭവിച്ചത്? ആൾ സ്വന്തം ജീവൻ എടുത്തതാണോ, അല്ല എന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും അയാളെ കൊലപ്പെടുത്തിയതാണോ? പോലീസുകാർ എങ്ങനെയൊക്കെയാണ് ഈ ഒരു കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തത്? അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. ഈ വിക്രം ബോസ് വന്നിങ്ങേറ്റ് ഒരു ഫ്ലാറ്റിന്റെ മുന്നിൽ നോക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ലേ? രോഹിത് ലാൽ എന്ന് പറയുന്ന ഒരു പയ്യനായിരുന്നു ആ ഫ്ലാറ്റിൽ താമസിച്ചിരുന്നത്. ആൾ ഒരു വിക്രം ബോസിന്റെ കൊളീഗായിരുന്നു. കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് ആളെക്കുറിച്ച് യാതൊരു അഡ്രസ്സും ഇല്ല. ആളെ വിളിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ കിട്ടുന്നില്ല. ആൾ ഓഫീസിലാണെന്നുണ്ടെങ്കിൽ ലീവൊന്നും പറഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ വയ്യാണ്ട് കിടക്കാന്നുണ്ടെങ്കിൽ വരെ സിക്ക് ലീവ് വിളിച്ച് പറയേണ്ടുന്നതാണ്. അപ്പോൾ ആൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇതിലെല്ലാത്തിലുപരി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മീറ്റിംഗ് മെയിനായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടിയിരുന്നത് ഈ ഒരു രോഹിത് ലാൽ ആയിരുന്നു. ആള് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടുമില്ല. അപ്പോൾ ആകപ്പാടെ എന്തായി എന്നറിയുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു വിക്രം ബോസ് അങ്ങോട്ട് എത്തിയിട്ടുണ്ടായത്. പിന്നെ ഒരു വിക്രം ബോസ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ രോഹിത് ലാൽ ആയിക്കോട്ടെ, അത്യാവശ്യം നല്ല പൊസിഷനിലിരിക്കുന്ന ആളുകളാണ്. പെട്ടെന്നുകൊണ്ട് ഒരു ദിവസമൊക്കെ ജോലിയും കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് കഴിഞ്ഞിട്ട് മുങ്ങാനൊന്നും പറ്റുന്ന ആളുകളൊന്നും അല്ല അവർ. അത്യാവശ്യം നല്ല റെസ്പോൺസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളാണ്. അപ്പോൾ ഈ ഒരു വിക്രം ബോസ് തൻ്റെ കൊളീഗിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആദ്യത്തെ ഒരു ദിവസമൊക്കെ ഫോൺ കുറച്ച് നേരമൊക്കെ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഫോൺ ആണെന്നുണ്ടെങ്കിൽ സ്വിച്ച് ഓഫ് ആവുകയും ചെയ്തു. അതേപോലെ തന്നെ ആൾ ഇവിടെ വന്ന് നോക്കുന്നതിൻ്റെ തലേ ദിവസം ആളെ ഈ ഒരു രോഹിത് ലാലിൻ്റെ പാരൻസ് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ മകനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, എന്താണ് പറ്റിയതെന്ന് അറിയില്ല, താങ്കൾക്ക് അറിയുമോ എന്ന് ചോദിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അവർ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രോഹിത് ലാലിൻ്റെ പാരൻസിൻ്റെ അടുത്ത് വിക്രം ബോസും പറഞ്ഞു, 2-3 ദിവസമായിട്ട് ഓഫീസിലോട്ട് വന്നിട്ടില്ല, എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് അറിയില്ല, ഞാൻ എന്തായാലും ഒന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞിട്ടായിരുന്നു ഈ ഒരു വിക്രം ബോസ് നേരെ തന്നെ രോഹിത് ലാലിൻ്റെ ഫ്ലാറ്റിൻ്റെ അവിടോട്ട് വന്നിട്ടുണ്ടായത്. അപ്പോൾ ഇയാൾ കുറേ നേരം നോക്ക് ചെയ്തിട്ടും പേരെടുത്ത് വിളിച്ചിട്ടും യാതൊരു റെസ്പോൺസും ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ നിന്നല്ലാണ്ടായപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും പോലീസിനെ വിളിക്കാൻ തന്നെ ഈ ഒരു വിക്രം ബോസ് തീരുമാനിക്കുകയാണ്. അങ്ങനെ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ആൾ കോൺടാക്ട് ചെയ്യാണ്. ഉടനെ തന്നെ അവിടെ നിന്ന് 2 ഉദ്യോഗസ്ഥരെത്തി. അതും സബ് ഇൻസ്പെക്ടർ ആയിട്ടുള്ള രാജേഷും ഇൻസ്പെക്ടർ ആയിട്ടുള്ള അബ്ദുൽ ഖാദറുമായിരുന്നു അങ്ങോട്ട് എത്തിയിട്ടുണ്ടായത്. കാരണം വിളിച്ച ഒരാളെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വലിയൊരു പൊസിഷനിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. അതേപോലെ തന്നെ ആ ഒരു ഫ്ലാറ്റിലുള്ള ആളും അത്യാവശ്യം നല്ലൊരു പൊസിഷനിലിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ എന്തൊക്കെയോ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇദ്ദേഹം വിളിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ആ ഒരു സ്റ്റേഷനിലുണ്ടായിരുന്ന നല്ല പൊസിഷനിലുള്ള ഓഫീസേഴ്സ് തന്നെയായിരുന്നു അങ്ങോട്ട് എത്തിയത്. അവരും അവരുടെ ടീമും എത്തി. അവരും നോക്കി എന്നിട്ടും യാതൊരു റെസ്പോൺസും ഇല്ല. അവസാനം എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ആ ഒരു ഡോറ് പൊളിച്ച് അകത്ത് കയറാൻ തന്നെ അവർ തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ ഈ പോലീസ് ഓഫീസേഴ്സ് ഫ്രണ്ട് ഡോറും കാര്യങ്ങളൊക്കെ പൊളിച്ചും കയറ്റി നേരെ അകത്തോട്ട് കയറുകയാണ്. അവർ നേരെ കയറി നോക്കുമ്പോൾ അസ്വാഭാവികമായിട്ടുള്ള ഒന്നും തന്നെ അവിടെ ഇല്ല. അതായത് ലിവിങ് റൂമും കാര്യങ്ങളൊക്കെ അത് അടിപൊളിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. വേറെ എന്താ പറയുക, സ്ട്രഗിൾ നടന്നതിൻ്റെ ലക്ഷണങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ തന്നെ കിച്ചണിലാണെന്നുണ്ടെങ്കിലും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ അവർ ആ ഒരു ബെഡ്റൂമിൽ പോയി നോക്കുമ്പോൾ ഈ ഒരു രോഹിത് ലാൽ അവിടെ കിടന്നുറങ്ങുന്നുണ്ട്. അതായത് ആൾ സാധാരണ കിടന്നുറങ്ങുന്നത് പോലെയാണ് കിടക്കുന്നത്. അപ്പോൾ നേരെ തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ ചെന്ന് നോക്കുമ്പോൾ ആളുടെ ശരീരമൊക്കെ ആകെപ്പാടെ തണുത്തിരിക്കുകയാണ്. അതേപോലെ തന്നെ ശ്വസിക്കുന്നുമില്ല. അപ്പോൾ ആളെന്തായാലും മരണപ്പെട്ടു എന്നുള്ളൊരു കാര്യം പോലീസ് ഉദ്യോഗസ്ഥർക്ക് തീർച്ചയാവുകയാണ്. ഉടനെ തന്നെ അവർ ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴത്തേനും ഫോറൻസിക് ടീമിനൊക്കെ വിവരം അറിയിച്ചു. ഫോറൻസിക് ടീമും കുറച്ച് നേരത്തിനുള്ളിൽ അങ്ങോട്ട് എത്തുകയായിരുന്നു. അതിനുശേഷം ബോഡിയും കാര്യങ്ങളൊക്കെ റിക്കവർ ചെയ്തിട്ട് ഓട്ടോപ്സിക്കായിട്ട് ഹോസ്പിറ്റലിലോട്ട് അയക്കുകയും ചെയ്തു. പോലീസുകാർ നോക്കുമ്പോൾ ക്വാളിറ്റി കൗൺസിലിൽ വർക്ക് ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് രോഹിത് ലാൽ. സോ ഔദ്യോഗിക ജീവിതത്തിൽ അദ്ദേഹത്തിന് ശത്രുക്കൾ ഉണ്ടാവാനുള്ള സാധ്യതകളും മറ്റുമൊക്കെ കൂടുതലാണ്. സോ ഏതെങ്കിലും ശത്രുക്കളാണോ ഇത്തരത്തിലുള്ള ഒരു മരണത്തിൻ്റെ പിന്നിലെന്നുള്ളൊരു ആംഗിളിൽ അവർ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ വേറെ എന്തെങ്കിലും കാരണമാണോ എന്നുള്ളതും അവർ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. പിന്നെ രോഹിത് ലാലിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 29 വയസ്സ് മാത്രം പ്രായമുള്ളൂ. അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. സോ സ്വാഭാവികമായിട്ടുള്ള ഒരു മരണമാണോ എന്നുള്ളതിൽ അവർക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു. ഫോറൻസിക് ഉദ്യോഗസ്ഥർ വന്നിട്ട് അവരുടെ പ്രാഥമികമായിട്ടുള്ള ഒരു പരിശോധനയിൽ ഇതേപോലെ തന്നെ ഫോഴ്സ്ഡ് ആയിട്ടുള്ള എൻട്രിയോ എക്സിറ്റോ ഒന്നും നടന്നിട്ടില്ല എന്നുള്ളതും അതേപോലെ തന്നെ വേറെ പ്രശ്നമുള്ളതായിട്ടൊന്നും കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതുമാണ് അവരുടെ റിപ്പോർട്ടിലുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ആൾ മരിച്ചിട്ട് ഏകദേശം 2 തുടങ്ങി 3 ദിവസം വരെ ആയിട്ടുണ്ട് എന്നുള്ളതും അവരുടെ റിപ്പോർട്ടിലുണ്ടായിരുന്നു.
അങ്ങനെ പോലീസുകാർ രോഹിത് ലാലിൻ്റെ പാരൻസിനെയും മറ്റുമൊക്കെ വിവരമറിയിക്കുകയായിരുന്നു. വിവരമറിഞ്ഞ പാരൻസ് നേരെ തന്നെ അങ്ങോട്ട് എത്തുകയും ചെയ്തു. അവർക്കിത് വിശ്വസിക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അടുത്ത 6 മാസത്തിൽ കല്യാണവും കാര്യങ്ങളൊക്കെ ഉറപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്തൊരു പയ്യനായിരുന്നു. എന്താണ് പറ്റിയതെന്ന് അറിയില്ല. എന്താണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നിലുള്ള ആളുകളെ കണ്ടുപിടിക്കണം എന്നുള്ള തരത്തിൽ തന്നെയായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥരുടെ അടുത്ത് ഈ പാരൻസ് പറഞ്ഞത്. അതായത് അവർക്ക് ഉറപ്പായിരുന്ന ഒരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേറെ എന്താ പറയുക ഹെൽത്ത് ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ മകൻ സ്വാഭാവികമായിട്ട് മരിക്കാനുള്ളൊരു സാധ്യതയില്ല. ആരോ ഇതിൻ്റെ പിന്നിലുണ്ടെന്നും ഇതിൻ്റെ പിന്നിലുള്ള ആരൊക്കെയാണെന്നുണ്ടെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തണമെന്നും ഇവർ പോലീസ് ഉദ്യോഗസ്ഥരോട് അപേക്ഷിക്കുകയായിരുന്നു. പോലീസുകാരെ നോക്കുമ്പോൾ ശരിയാണ്, മർഡർ ആവാനുള്ള സാധ്യതകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓഫീസിലുള്ള വല്ല ശത്രുക്കളാവാം, ഇല്ലാന്നുണ്ടെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള വേറെ എന്തെങ്കിലും ശത്രുക്കളാവാം, ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള കേസുകളിലും എല്ലാ കേസുകളിലും ഇപ്പോൾ ആദ്യം തന്നെ ഫോൺ ഡീറ്റെയിൽസ് ആണല്ലോ പോലീസ് ഉദ്യോഗസ്ഥർ പരിശോധിക്കുക. അങ്ങനെ ഈ ഒരു രോഹിത് ലാലിൻ്റെ ഫോൺ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എടുത്ത് പരിശോധിക്കുകയാണ്. അപ്പോൾ സംശയാസ്പദമായിട്ടുള്ള ഒന്നും തന്നെ ആ ഒരു ഫോണിൽ നിന്നും കണ്ടെത്താനായിട്ട് പോലീസ് ഉദ്യോഗസ്ഥരെ കൊണ്ട് സാധിച്ചില്ല. അപ്പോൾ ആൾക്ക് പ്രൊഫഷണലായിട്ട് വലിയ ശത്രുക്കളൊന്നും ഇല്ല എന്നുള്ളത് അതിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയാണ്. അതിനുശേഷം അവസാനമായിട്ട് ആളെ വിളിച്ചിരുന്നത് ആരൊക്കെയാണ് എന്നുള്ളതായിരുന്നു പോലീസിൻ്റെ അടുത്ത പരിശോധന. അപ്പോൾ ആളെ ലാസ്റ്റായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു വിക്രം ബോസ് ആയിരുന്നു. അതേപോലെ തന്നെ വേറൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നത് അനന്യ ശർമ്മ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടേതായിരുന്നു. 26 വയസ്സായിരുന്നു അവരുടെ പ്രായം. ഡൽഹിയിൽ തന്നെയായിരുന്നു അവർ ജനിച്ചു വളർന്നത്. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു. അപ്പോൾ ഈ ഒരു അനന്യ ശർമ്മയുമായിട്ടായിരുന്നു രോഹിത് ലാലിൻ്റെ കല്യാണവും കാര്യങ്ങളൊക്കെ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ഈ ഒരു രോഹിത് ലാലിൻ്റെ ഫിയാൻസി ആയിരുന്നു. പോലീസിന് മെയിനായിട്ട് സംശയം ആദ്യം ഉണ്ടായിരുന്നത് ആരായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വിക്രം ബോസിനെ തന്നെയായിരുന്നു. കാരണം ലാസ്റ്റ് കോൾഡ് ആളുടേതാണ്. ആളാണ് രോഹിത് ലാലിനെ അന്വേഷിക്കാനായിട്ട് ആ ഒരു ഫ്ലാറ്റിൻ്റെ അവിടോട്ട് വന്നത്. ആൾ തന്നെയാണ് പോലീസിന് വിവരം അറിയിച്ചത്. സോ ആളെന്തെങ്കിലും ക്രൈമൊക്കെ ചെയ്ത് ഇയാളെ ഇല്ലാതാക്കിയതിന് ശേഷം ആൾ നല്ല കുട്ടിയാവുന്നതിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത് എന്തെങ്കിലും പരിപാടിയാണോ എന്നുള്ളൊരു തരത്തിൽ പോലീസിനൊരു സംശയം വരികയാണ്. അങ്ങനെ എന്തൊക്കെയാണെങ്കിലും ആളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തന്നെ പോലീസുകാർ തീരുമാനിക്കുകയായിരുന്നു. അതുപോലെ അനന്യ ശർമ്മയും പോലീസിന് സംശയം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഇവരുടേത് ഒരു അറേഞ്ച്ഡ് മാരേജ് ആണ്. അപ്പോൾ ആൾക്ക് വേറെ എന്തെങ്കിലും റിലേഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഈ ഒരു കല്യാണത്തിന് വലിയ താല്പര്യമില്ലാതെ ഇയാളില്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പ്ലാൻ ചെയ്താണോ എന്നുള്ളൊരു സംശയം സ്വാഭാവികമായിട്ടും പോലീസിനുണ്ടാവും. കാരണം നമ്മൾ ഡെയിലി ബേസിസിൽ അതേപോലുള്ള എന്തോരം കേസുകളാണ് കേൾക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇന്ത്യ മുഴുവൻ ചർച്ചാ വിഷയമായിട്ടുള്ള മറ്റേ പൂനെയിൽ ആ കോട്ടയുടെ മുകളിൽ നിന്നൊരു പയ്യനെ തള്ളിയിട്ട് വന്ന ആ ഒരു കേസ്. അപ്പോൾ ആ ഒരു ആംഗിളിലും പോലീസുകാർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരെയും ക്വസ്റ്റ്യൻ ചെയ്യാൻ തന്നെ തീരുമാനിക്കുകയായിരുന്നു. വിക്രം ബോസിനെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ആൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തങ്ങൾ കൊളീഗ്സ് ആണ്, അതേപോലെ തന്നെ ഫ്രണ്ട്സ് ആണ്, സ്ഥിരമായിട്ട് കോൾ ചെയ്യുന്ന ആളുകളുമാണ്. പിന്നെ പോരാത്തതിന് ആൾ ഓഫീസിൽ വന്നുമില്ല, അതേപോലെ തന്നെ ലീവ് ഇട്ട് പറഞ്ഞുമില്ല. പിന്നെ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മീറ്റിംഗ്സും കാര്യങ്ങളും പരിപാടിയൊക്കെ ആൾ നോക്കേണ്ടതായിരുന്നു. ഇതൊന്നും ചെയ്തില്ല. ഇതിൻ്റെ ഒന്നും ഒരു അപ്ഡേറ്റ് തരാതായപ്പോഴാണ് താൻ വിളിച്ചു നോക്കിയത്. അതും വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഒരു റെസ്പോൺസും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നാഗ്പൂരിൽ നിന്ന് ഈ ഒരു രോഹിത് ലാലിൻ്റെ പാരൻസ് വിക്രം ബോസിനെ വിളിക്കുന്നത്. മോനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, എന്താണെന്നുള്ളതൊന്ന് പോയി നോക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ അതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലായിരുന്നു താൻ അങ്ങോട്ട് പോയി നോക്കിയത്. അതിനുശേഷം ഡോർ നോക്ക് ചെയ്തിട്ടും ആളുടെ അകത്തുനിന്ന് യാതൊരു റെസ്പോൺസും ഇല്ലാതായപ്പോഴാണ് ഞാൻ നിങ്ങളെ വിളിച്ചത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു ഈ ഒരു വിക്രം ബോസ് പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞത്. പിന്നെ പ്രൊഫഷണലായിട്ട് തങ്ങൾ തമ്മിൽ യാതൊരു ഗ്രഡ്ജും ഇല്ലാന്നും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓഫീസിൽ വന്ന് അന്വേഷിച്ചോന്നും അതേപോലെ തന്നെ എൻ്റെ ഫോൺ വേണമെങ്കിൽ പരിശോധിച്ചോ എന്നുള്ള രീതിയിൽ വളരെ കോൺഫിഡൻ്റ് ആയിട്ടായിരുന്നു ആൾ പോലീസിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നത്. അതിനോടൊപ്പം തന്നെ ആൾ വേറൊരു കാര്യം കൂടെ കൂടിച്ചേർത്തിട്ടുണ്ടായിരുന്നു. അതെന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആളുടെ ഫിയാൻസിയാണ് ആൾക്ക് സംശയം എന്നുള്ളതായിരുന്നു. യെസ്, അനന്യയുമായിട്ട് കല്യാണം ഉറപ്പിച്ചിട്ട് ഏകദേശം കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ. അതിനുശേഷം ഇവർ അത്യാവശ്യം നല്ല ക്ലോസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്നാൽ ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ പെട്ടെന്ന് ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള ഒരു പയ്യൻ മരിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളൊരു സംശയത്തിനൂടെ സ്ഥാനമില്ലേ? അതായത് അനന്യക്ക് വേറെ ഏതെങ്കിലും ബോയ് ഫ്രണ്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അതിനുശേഷം ഈ പറഞ്ഞ പോലെ തന്നെ തൻ്റെ കാമുകനെ ഒഴിവാക്കാനുള്ള കാമുകനല്ല തൻ്റെ ഫിയാൻസിനെ ഒഴിവാക്കിയിട്ട് കാമുകൻ്റെ കൂടെ പോകാനുള്ള എന്തെങ്കിലും പ്ലാനുകളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് അവളുടെ കാമുകനും കൂടെ ആയിക്കൂടായൊന്നുമില്ലല്ലോ ഇത്തരത്തിലുള്ളൊരു കാര്യം ചെയ്തു വെച്ചത്. അപ്പോൾ നിങ്ങൾ അതന്വേഷിക്കുക എന്നുള്ളൊരു രീതിയിലായിരുന്നു ഈ ഒരു ഉദ്യോഗസ്ഥൻ പോലീസ് ഉദ്യോഗസ്ഥരുടെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ പോലീസിന് നേരത്തെ ഒരു സംശയം ഉണ്ടായിരുന്നു. എന്തായാലും അവരെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അനന്യയും പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. അപ്പോഴത്തേനും ഓട്ടോപ്സി റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഹാർട്ട് അറ്റാക്ക് മൂലമായിരുന്നു രോഹിത് ലാൽ മരിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാലും അതൊരു നാച്ചുറൽ ഡെത്ത് ആയിരുന്നില്ല. എന്തോ ഡ്രഗ്സിൻ്റെ ട്രേസസ് ഒക്കെ ആളുടെ ശരീരത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് സ്പെസിഫിക് ആയിട്ട് അറിയുന്നതിന് വേണ്ടിയിട്ട് ലാബിലോട്ടൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പോലീസുകാർ അനന്യയെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് കേട്ടോ. അനന്യ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏപ്രിൽ 17-ാം തീയതി ഈ ഒരു രോഹിത് ലാൽ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഡിന്നർ ഡേറ്റിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ഇവർ ഇതേപോലെ തന്നെ ഇടയ്ക്ക് പുറത്ത് കറങ്ങാൻ പോകാറൊക്കെ ഉള്ളതാണ്.
അതായത് ഗുർഗാവണും അതേപോലെ തന്നെ ഡൽഹിയും തമ്മിൽ വലിയ ദൂരവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ആൾ വർക്ക് ചെയ്യുന്നത് ഡൽഹിയിലാണ്. അപ്പോൾ ഇവർ സ്ഥിരമായിട്ട് കാണുന്ന ആളുകളൊക്കെ തന്നെയാണ് ഈ ഒരു കല്യാണമൊക്കെ ഉറപ്പിച്ചതിന് ശേഷം. പക്ഷേ അന്നത്തെ ദിവസം ആളുടെ ഫ്ലാറ്റിലോട്ട് ഈ ഒരു സ്ത്രീയുടെ അടുത്ത് വരാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഡിന്നർ കഴിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് പോയിട്ട് ഡിന്നർ കഴിക്കാം, അതിനുശേഷം നമുക്ക് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാം എന്നൊക്കെ ഉള്ളതായിരുന്നു ഇവരുടെ രണ്ടുപേരുടെയും പ്ലാൻ. അപ്പോൾ തൻ്റെ ഫിയാൻസെ വിളിച്ച് ആ ഒരു എന്താ പറയുക ഇംപ്രഷനിൽ ഇവർ നല്ല രീതിയിൽ തന്നെ കറക്റ്റ് പറഞ്ഞ സമയത്ത് 17-ാം തീയതി അവിടെ എത്തി. ആ ഒരു ഫ്ലാറ്റിൻ്റെ മുന്നിൽ നിന്നിട്ട് കുറേ നേരം കോളിംഗ് ബെല്ല് അടിച്ചു, ഡോർ നോക്ക് ചെയ്തു, അതേപോലെ തന്നെ ഫോൺ വിളിച്ചു നോക്കി. എന്നിട്ടൊന്നും ഈ ഒരു രോഹിത് ലാലിൻ്റെ യാതൊരു റെസ്പോൺസും ഉണ്ടായില്ല. അങ്ങനെ കുറേ നേരം അവിടെ നിന്നിട്ട് ഭ്രാന്ത് പിടിച്ചിട്ടായിരുന്നു ഇവർ ദേഷ്യത്തിൽ അവിടെ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നത്. അതായത് താൻ തൻ്റെ ഫിയാൻസെ വിളിച്ചിട്ട് അങ്ങോട്ട് ചെന്നിട്ടും ആളുടെ ഭാഗത്തു നിന്ന് യാതൊരു റെസ്പോൺസും ഇല്ലാതായപ്പോൾ ഇനിയിപ്പോൾ ആളുടെ പേഴ്സണൽ സ്പേസ് വേണോ, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്നൊന്നും അറിയാതെ ആകെ വട്ടായിട്ടായിരുന്നു അവരവിടെ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു കാര്യം തന്നെയായിരുന്നു അവർ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നതും. പോലീസുകാർ അവരുടെ ബോഡി ലാംഗ്വേജും അവരുടെ ഫേസും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ അവർ പറയുന്നതിൽ നുണയൊന്നുമില്ല എന്നുള്ളത് പോലീസിന് അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. എന്നാലും അത് തെളിവ് വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ CCTV വിഷ്വൽസും കാര്യങ്ങളൊക്കെ പരിശോധിക്കുകയാണ്. അപ്പോൾ ആ ഒരു കോറിഡോറിലൊരു CCTVയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അനന്യ വരുന്നതും അതേപോലെ തന്നെ ഡോറിൽ നോക്ക് ചെയ്യുന്നതും കോളിംഗ് ബെല്ല് അടിക്കുന്നതും അതേപോലെ തന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഫോൺ വിളിച്ച് നോക്കുന്നതുമായിട്ടുള്ള എല്ലാ വിഷ്വൽസും ആ ഒരു CCTVയിൽ കറക്റ്റായിട്ട് പതിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവർ തിരിച്ചിറങ്ങി പോകുന്നതിൻ്റെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ ദിവസം അനന്യ അവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫ്ലാറ്റിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് പോലീസിന് തീർച്ചയാവുകയായിരുന്നു. കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആണെങ്കിലും പോലീസിന്റെ സംശയം പൂർണ്ണമായിട്ടും മാറിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അനന്യയുടെ കോൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എടുക്കുകയായിരുന്നു. അപ്പോൾ സസ്പീഷ്യസ് ആയിട്ടുള്ള ഒന്നും തന്നെ കണ്ടെത്താനായിട്ട് പോലീസിനെ കൊണ്ട് സാധിച്ചില്ല. അതിനുശേഷം അവർ അനന്യ വർക്ക് ചെയ്തിരുന്ന IT കമ്പനിയിൽ പോയിട്ട് വരെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് വേറെ ആരെങ്കിലും ആയിട്ട് അടുപ്പുണ്ടോ, അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും കണക്ഷനെ കുറിച്ച് ആർക്കെങ്കിലും അറിയോ എന്നുള്ളതിനെ ചോദിച്ചു. അവിടെ നിന്നൊക്കെ നെഗറ്റീവായിട്ടുള്ളൊരു റിസൾട്ടായിരുന്നു പോലീസിന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതായത് അനന്യ പൂർണ്ണമായിട്ടും ക്ലീൻ ആയിരുന്നു. അപ്പോൾ ഈ ഒരു കേസിൽ എന്ത് ചെയ്യുമെന്ന് അറിയാതെ പോലീസുകാർ നിൽക്കുന്ന സമയത്ത് ഈ സൈബർ സെക്യൂരിറ്റി ടീം ആളുടെ ഫോണും കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവരാദ്യം ഇയാളുടെ ഫോൺ ഡീറ്റെയിൽസ്, അതായത് കോൾ ഡീറ്റെയിൽസ് ഒക്കെ എടുത്തു. അതേപോലെ തന്നെ എന്താ പറയുക വാട്സപ്പ് ഒക്കെ ചെക്ക് ചെയ്തു, ഇൻസ്റ്റാഗ്രാം, സോഷ്യൽ മീഡിയ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുകയാണ്. അപ്പോൾ അതിൽ നിന്നും സസ്പീഷ്യസ് ആയിട്ടുള്ള ഒന്നും തന്നെ കണ്ടെത്താനായിട്ട് അവരെ കൊണ്ട് സാധിച്ചില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പോലീസ് ഉദ്യോഗസ്ഥർ ഇതേപോലെ തന്നെ സെർച്ച് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നത്. അപ്പോൾ ആൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് കാര്യങ്ങൾ സെർച്ച് ചെയ്തതായിട്ട് ഇവരുടെ ശ്രദ്ധയിൽപ്പെടുകയാണ്. അതെന്തൊക്കെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ആദ്യം ഒരു സ്ത്രീയെ എങ്ങനെ ബെഡിൽ ഇംപ്രസ് ചെയ്യാം, എങ്ങനെ നമുക്ക് ബെഡിൽ പെർഫോമൻസ് കൂട്ടാം, എങ്ങനെ നമുക്ക് ബെഡിൽ ടൈമിങ് കൂട്ടാം. അതായത് ആൾ സെക്ഷൽ ലൈഫിനെ കുറിച്ചിട്ടായിരുന്നു കൂടുതൽ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ആദ്യമായിട്ടൊരു പെണ്ണിനെ കാണുമ്പോൾ എങ്ങനെ ഇംപ്രസ് ചെയ്യാം, എങ്ങനെ കൂടുതൽ ടൈം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം, അതിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ആൾ ഒരുപാട് സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ആൾക്ക് ആളുടെ ഫിയാൻസെ ബെഡിൽ ഇംപ്രസ് ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ആൾ ഗൂഗിളിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ സൈബർ സെക്യൂരിറ്റി ടീം മനസ്സിലാക്കുകയായിരുന്നു. അപ്പോൾ പോലീസിനൊരു കാര്യം മനസ്സിലായി, ഈ ഒരു 17-ാം തീയതി ഡിന്നർ ഡേറ്റിന് അനന്യയെ വിളിച്ചിട്ടുണ്ടായിരുന്നത് ഇവർ തമ്മിൽ ഫിസിക്കലി ഇൻറ്റിമേറ്റ് ആവണമെന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടായിരുന്നിട്ടുണ്ടാവണം. അതായത് ഈ ഒരു അനന്യ വരുന്നു, ഇവർ രണ്ടുപേരും എന്താ പറയുക സംസാരിക്കുന്നു, ഫുഡ് കഴിക്കുന്നു, ചിലപ്പോൾ പുറത്ത് പോകുന്നു, ഫുഡ് കഴിക്കുന്നു. അതിനുശേഷം ഇവർ രണ്ടുപേരും ഇവരുടേതായിട്ടുള്ള ഇൻറ്റിമേറ്റ് മൊമെൻറ്റ്സ് സ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ അതായിരുന്നിട്ടുണ്ടാവണം ഇയാളുടെ പ്ലാൻ. അപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ അനന്യയുടെ അടുത്ത് ചോദിച്ചപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എൻ്റെ അടുത്ത് ഡയറക്റ്റായിട്ട് പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എന്താണെന്നുണ്ടെങ്കിലും എനിക്ക് നിൻ്റെ അടുത്ത് കുറച്ചധികം ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, അപ്പോൾ നീ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ 17-ാം തീയതി വരാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ 17-ാം തീയതി അങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനും ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ചിട്ടൊക്കെ ആയിരുന്നു അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഫിയാൻസെ ആണല്ലോ, എന്തായാലും 5-6 മാസം കഴിഞ്ഞാൽ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ അവിടെ എത്തി. അതിനുശേഷം ഈ ഒരു കോളിംഗ് ബെല്ല് അടിച്ചിട്ടും ആളെ വിളിച്ചിട്ടൊന്നും യാതൊരു റെസ്പോൺസും ഇല്ലാതായപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആകെ ഭ്രാന്ത് പിടിച്ചിട്ടായിരുന്നു അവർ ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ആളുടെ ഫ്ലാറ്റ് രണ്ടാമതൊന്നുകൂടെ പരിശോധിക്കാനായിട്ട് പോലീസുകാർ തീരുമാനിക്കുകയാണ്. അങ്ങനെ പോലീസുകാർ ആളുടെ ഫ്ലാറ്റൊക്കെ പരിശോധിച്ച സമയത്ത് അവിടെ നിന്ന് കുറച്ച് ഗുളികകളുടെ സ്ട്രിപ്പും കാര്യങ്ങളൊക്കെ പോലീസിന് ലഭിക്കുകയാണ്. അതേപോലെ തന്നെ വാങ്ങിയതിൻ്റെ ബില്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തൊട്ടടുത്തുള്ളൊരു മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഈ പറഞ്ഞ പോലെ തന്നെ 16-ാം തീയതി 17-ാം തീയതി ആയിരുന്നു ആ ഒരു ഗുളികയും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ആ ഒരു സ്ട്രിപ്പിൽ നിന്നും 4 ടാബ്ലറ്റ് കാണാതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇയാൾ ഒരുമിച്ച് ഒരു 4 ടാബ്ലറ്റും കഴിച്ചിട്ടുണ്ടാവാനുള്ളൊരു സാധ്യതയായിരുന്നു പോലീസിന് തോന്നിയിട്ടുണ്ടായത്. യെസ്, തൻ്റെ ഫിയാൻസെ വരുന്നതിന് മുൻപ് ഇയാൾ ആ ഒരു 4 ടാബ്ലറ്റ് കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ തൻ്റെ ഫിയാൻസയെ ഒരു തരത്തിലും ഡിസപ്പോയിൻ്റ് ചെയ്യരുത്, എല്ലാ തരത്തിലും അവളെ സാറ്റിസ്ഫൈ ചെയ്യണം, ബെഡിൽ അത്രയും ടൈം ലാസ്റ്റ് ചെയ്യണം.
അങ്ങനെയൊക്കെ കരുതിയിട്ടായിരിക്കാം ആൾ ഇത്തരത്തിൽ 4 ടാബ്ലറ്റ് എടുത്ത് കഴിച്ചിട്ടുണ്ടാവുക. കറക്റ്റായിട്ട് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ടോ അങ്ങനെയുള്ളൊന്നുമല്ല. ആൾക്ക് അതേപോലെ തന്നെ ലൈംഗികപരമായിട്ട് വേറെ പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് പോലും അറിയില്ല. എന്നാലും ഒരു പെർഫോമൻസിന് വേണ്ടിയിട്ട് ആൾ അത്തരത്തിലുള്ള ഡ്രഗ്സും കാര്യങ്ങളൊക്കെ എടുക്കുകയായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ആളുടെ BP കൂടിയിട്ടുണ്ടാവും, ഹാർട്ടിൻ്റെ ഇടിക്കുന്ന റേറ്റും കാര്യങ്ങളൊക്കെ കൂടിയിട്ടായിരിക്കാം ആൾക്ക് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഒരു അനന്യ അങ്ങോട്ട് എത്തുന്നതിന് മുൻപ് തന്നെ ആൾക്ക് നെഞ്ചുവേദനയും കാര്യങ്ങളൊക്കെ വന്ന് ആൾ ബെഡിൽ പോയിട്ട് കിടന്നിട്ടുണ്ടാവും. കുറച്ച് നേരം കിടന്നു കഴിഞ്ഞാൽ ശരിയാവുമെന്ന് കരുതിയിട്ടായിരിക്കാം ആൾ അങ്ങനെ കിടന്നിട്ടുണ്ടാവുക. ആ ഒരു കിടത്തത്തിൽ തന്നെ ആൾ മരിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഒരു കേസിൽ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറ്റവാളി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവില്ല. ഈ ഒരു രോഹിത് ലാൽ ചെയ്ത മണ്ടത്തരം തന്നെയായിരുന്നു ആളുടെ ജീവൻ എടുത്തിട്ടുണ്ടായത്. പിന്നെ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥർ പ്രിസ്ക്രിപ്ഷനും കാര്യങ്ങളൊന്നും ഇല്ലാതെ മരുന്ന് കൊടുത്ത് മെഡിക്കൽ സ്റ്റോറിനെതിരെ കേസും കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നതായിട്ടാണ് റിപ്പോർട്ടുകളിൽ പറയപ്പെടുന്നത്. അപ്പോൾ പല വീഡിയോസും പല കാര്യങ്ങളും പലതരത്തിലുള്ള അവിടെ നിന്ന് ഇവിടെ നിന്ന് കിട്ടിയ മുറി അറിവുകളും കാര്യങ്ങളൊക്കെ വെച്ചിങ്ങേറ്റ് ബെഡിൽ പെർഫോമൻസ് കൂട്ടുന്നതിനും മറ്റുമൊക്കെ ഇങ്ങനെ മരുന്നൊക്കെ എടുത്തിങ്ങേറ്റ് മരിക്കുന്നത് ഇത് ആദ്യത്തെ കേസോ കാര്യങ്ങളൊന്നുമല്ല. ഇതേപോലെ തന്നെ ഇതിന് മുൻപും സംഭവിച്ചിട്ടുണ്ട്. പല സമയങ്ങളിലും നമ്മൾ തന്നെ ഇതിൻ്റെ ഇങ്ങനെ മരണം സംഭവിച്ചതിനെ കുറിച്ചിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും മുൻപ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഈ ഒരു കേസിനെ കുറിച്ചിട്ടാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റോറിയും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ആൻഡ് ഇറ്റ്സ് മീ റസീൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.